സിറിയയിൽ ബഷാർ അസാദിന്റെ ഭരണവും മരണവും കഴിഞ്ഞ ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. ഇനി റിബലുകളുടെ കാലമാണ്. ഡമാസ്കസിന്റെ തെരുവുകളിലേക്ക് മുന്നേറിയ വിമതക്കൂട്ടത്തിനൊരു നേതാവുണ്ട്, അബു മുഹമ്മദ് അൽ ഗോലാനി. ആരാണ് ഈ ഗോലാനി? ശരിക്കുള്ള പേര് അഹമ്മദ് അൽ ഷാര. 42 വയസ്സ് മാത്രം പ്രായമുള്ള ഗോലാനി പൂർവാശ്രമത്തിൽ അൽഖ്വയ്ദയുടെ ആശയങ്ങളിൽ ആകർഷനായിരുന്നു. അന്ന് ഗോലാനിയുടെ തലയ്ക്ക് അമേരിക്കൻ സർക്കാർ $10 മില്യൺ വിലയിട്ടു. ഷിയ പക്ഷക്കാരനായ ഇറാൻ പിന്തുണയുള്ള ബഷാർ അൽ അസാദിന്റെ ഭരണത്തിനെതിരെ സുന്നികളെ കലാപാഹ്വാനത്തിലൂടെ നിരന്തരം അയാൾ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ചില ദുരൂഹ ഇടപെടലുകൾക്ക് ശേഷം ഗോലാനി തന്റെ തീവ്രവാദത്തിന് മറ്റൊരു മുഖം നൽകി. അൽ ഖായ്ദയിൽ നിന്നും നേർപ്പിച്ച ജബ്ഹ ഫക്തെ അൽ ഷാം ദി സിറിയ കോൺക്വസ്റ്റ് ഫ്രണ്ട് എന്ന സംഘടനയുമായി ഇറാഖിലും സിറിയയിലും വേരുകൾ ഉറപ്പിച്ചു. ഇപ്പോൾ ദമാസ്കസിന്റെ തെരുവുകൾ വരെ ആ ശബ്ദം മുഴങ്ങുന്നു. അല്ലെങ്കിലും മധ്യപൂർവേഷ്യയിലെ അധികാരമെന്നത് ചില സ്ഥാപിത താൽപര്യക്കാരുടെ കയ്യിൽ സുരക്ഷിതമായ ഒന്നാണെന്ന് ഗോലാനിയുടെ ഉയർച്ച അടിവരയിടുന്നു. മധ്യപൂർവേഷ്യയുടെ വരാനിരിക്കുന്ന ആളുകൾ ഇപ്പോഴുള്ളതിനേക്കാൾ അശാന്തിയുടേതായിരിക്കുമെന്ന സൂചന അസദിന്റെ മരണം അരക്കിട്ടുറപ്പിക്കുന്നു. കാരണം ഷിയ ഇറാനും സുന്നി അറേബ്യയും തമ്മിലുള്ള നിഴൽപോര് സകല മറകളും നീക്കി പുറത്തുവരാൻ ഇനി മണിക്കൂറുകൾ മാത്രം.